നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 12 വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു. ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം 2024 മെയ് 1 ഉച്ചയ്ക്ക് 2:04 PM സംക്രമിച്ചു. ഓരോ രാശിയുടെയും 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു. 4ലും 10ലും പൂർണ്ണമായി ശുഭകരമല്ല. സ്വന്തം രാശിയിലും 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്ന ഭാവങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും. സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഗോചര ഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ഗ്രഹനിലകൾ പരിശോധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2024 മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിച്ചപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മേടക്കൂറുകാരുടെയും കർക്കിടകക്കൂറുകാരുടെയും കന്നിക്കൂറുകാരുടെയും വൃശ്ചികക്കൂറുകാരുടെയും മകരക്കൂറുകാരുടെയും വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇടവക്കൂറുകാരുടെയും മിഥുനക്കൂറുകാരുടെയും വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളുടെ വീഡിയോസും അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രത്തിൻ്റെ 1ാം പാദം, അതായത് ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഇതുവരെ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഭാഗ്യഭാവത്തിൽ നിൽക്കുകയായിരുന്നു. പലവിധ നേട്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാനായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഉയർച്ചയും വന്നു ചേർന്നിട്ടുണ്ടാകാം. സ്വന്തമായി ഒരു വീട് ലഭിക്കാനും ഭൂമി സ്വന്തം പേരിലാകാനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുകൂല്യങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2024 മെയ് 1 മാറിയ വ്യാഴം 9ാം ഭാവത്തിൽ നിന്നും 10ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെട്ടത്. 10ാം ഭാവം എന്നാൽ കർമ്മഭാവം. എന്നാൽ അത് അത്ര ഗുണപ്രദമല്ല. ജൂലൈ 15 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകും. പിന്നീട് കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ജോലി നഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകളും വന്നുപെടാനിടയുണ്ട്. ഒരു ഊർജ്ജസ്വലതയില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ. എന്നാൽ വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിന് പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉതകുന്ന സമയക്കാലമാണ്. പുതിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും. കേസുകൾ വന്നുപെടാനിടയുണ്ട്. ഫലം ലഭിക്കാനാകും. തൊഴിൽപരമായി പല മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ബുദ്ധിപൂർവം മറ്റുള്ളവരുമായും മുതിർന്നവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കർമ്മരംഗത്ത് അംഗീകാരം ലഭിക്കാനും രാഷ്ട്രീയ മേഖലയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകാനിടയുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം പൂർണ്ണമായി ലഭിക്കുന്നത് ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായവർക്ക് മാത്രമാണ്. എന്നാൽ വ്യാഴം അനുകൂലമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പലവിധ നാശനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ആഹാര ക്രമീകരണം ഉണ്ടാകണം. ആഹാരങ്ങൾ മൂലം പലവിധ ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനും അപവാദങ്ങൾ കേൾക്കാനും ഇടയാകും. അതിനാൽ ഗ്രഹനിലയിൽ വ്യാഴം അനുകൂല അവസ്ഥയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടുന്നതാണ്. ജൂൺ 3 വരെ വ്യാഴം മൗഢ്യത്തിലാണ്. ഇനി വ്യാഴം ഇടവം രാശിയിലേക്ക് വരണമെങ്കിൽ 12 വർഷം കഴിയണം. എന്നാൽ 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിത്തരും. ഇതെല്ലാം ഗോചര ഫലങ്ങളാകയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കുള്ള പരിഹാരങ്ങളും
മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ്. മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക. നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ്. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവയും സമർപ്പിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഈ രാശിക്കാർ കൂടാതെ മറ്റു രാശിക്കാർക്ക് ചില ഗുണാനുഭവങ്ങൾ 2024 വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കും. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.